ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷനിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടെന്നല്ലാതെ മറ്റെല്ലാ കാര്യങ്ങളും കോമൺ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ ഓഫ് ആർ, ഇവിടെ ആർ എന്ന് പറയുന്നത് വാല്യൂ അത് എന്തൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിൽ റിസ്കിനെസ് ഓഫ് ദി ഫേം. അപ്പോൾ ആർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ആർ എന്താണ്, ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ഇവിടെ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞതാണ് ഡിസ്കൗണ്ട് റേറ്റ് ആണ് ആറ്. അപ്പോൾ ഈ ആർ എന്ന് പറഞ്ഞ ഷോർട്ട് ആർ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്ത്, ഡിസ്കൗണ്ട് റേറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, റിസ്കിനെസ് ഓഫ് ദി ഫേം, സ്ഥാപനത്തിന്റെ റിസ്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ കണ്ടീഷൻസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് അറിയാവുന്നതാണ്. ഷെയർ മാർക്കറ്റിലെ ക്യാപിറ്റൽ ഡിബഞ്ചർ, ബോണ്ട്, ഷെയർ, അങ്ങനെ ഇതിൽ എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ വരുന്ന ചേഞ്ചസ് നമ്മൾക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴും അതിൽ കണ്ടീഷൻ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ വരുന്ന കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ടി ആർ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഡിമാൻഡ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമുക്ക് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഫേമിന്റെ പ്രോഡക്റ്റുകൾക്ക് എത്ര ഡിമാൻഡ് ഉണ്ടാവാം എന്നുള്ളത് തീർച്ചയായിട്ടും ഫോർകാസ്റ്റ് ചെയ്യാം. ഏതൊരു ഫേമും ഫോർകാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ എത്ര ഡിമാൻഡ് വരും, നമ്മൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണോ, ഫോണാണോ അല്ലെങ്കിൽ ബൈക്കാണോ കാറാണോ ലാപ്ടോപ്പ് ആണോ, എന്താണോ പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അതിന് ഫ്യൂച്ചറിൽ ഡിമാൻഡ് വരാൻ ചാൻസ് ഉണ്ടോ, അതോ കുറയുമോ എന്നുള്ള ആ ഒരു പ്രഡിക്ഷൻ. എ സി ഒക്കെ നമുക്കിപ്പോൾ നല്ലോണം ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പരിധി വരെ നമുക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ മിസ്റ്റേക്കുകളൊന്നും അതിൽ വരാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടി ആർ എന്ന് പറയുന്നത്. ദെൻ പ്രൈസിങ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ട്. അത് നമുക്ക് എപ്പോഴും ഒരു ഹൈ പ്രൈസും ആവില്ല, ലോ പ്രൈസും ആവില്ല, ഒരു ആവറേജ് പ്രൈസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ അതും ഒരു ലെവൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ആകുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് ആയിരിക്കണം. ദെൻ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, പുതിയ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊരു കമ്പനിയും ഇന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രോഡക്റ്റിൽ ഇന്നോവേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം, ന്യൂ പ്രോഡക്റ്റുകൾ. അപ്പോൾ ഫ്യൂച്ചറിൽ ഇനി നാളെ നമുക്ക് എങ്ങനെയായിരിക്കണം, അടുത്ത വർഷം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നത്തെ വർഷം എങ്ങനെയായിരിക്കണം, കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം, അവിടെ പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിരിക്കും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടി ആർ, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് ഒരു ഫേം കൊണ്ടുപോകുന്നതിനെ ബേസ് ചെയ്തിരിക്കാം ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം, പ്രൊഡക്ഷൻ ടെക്നിക്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ചെലവ് ചുരുക്കാനായിട്ട് പ്രൊഡക്ഷൻ ടെക്നിക്ക് നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ കോസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ്, ചെലവും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രോസസ് ഡെവലപ്മെന്റ്, പല പ്രോസസ്സിലൂടെ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ റവന്യൂ, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് റേറ്റ് ആണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫേമിന്റെ വാല്യൂ നമ്മൾ തീരുമാനിക്കുന്നത്. വാല്യൂ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫ്യൂച്ചറിലുള്ള പ്രോഫിറ്റിനെ കൂടി നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ദി ഫേം കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. Then role of different managers. ഒരു സ്ഥാപനത്തിനകത്ത് ഡിഫറെൻറ്റ് മാനേജേഴ്സ് ഉണ്ടാവാം. ഒരു ഫേമിനകത്ത് നമ്മളൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഒക്കെ നമുക്ക് അറിയുന്നതാണ്. CEO തുടങ്ങി ഡിഫറെൻറ്റ് ഓരോ സെക്ഷനിലും ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് ഫംഗ്ഷൻ വൈസ് മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ, അവരുടെ റോൾ എന്തായിരിക്കും, ഓരോരുത്തരും ഓരോ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ എങ്ങനെയാണ് മാനേജേഴ്സ് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ അവരുടെ റോൾ എന്തായിരിക്കും, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺട്രിബ്യൂട്ട് ഫേം വാല്യൂ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഫേമിൻ്റെ വാല്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജേഴ്സ് എന്തായിരിക്കും ശ്രമിക്കേണ്ടത്, ഇൻക്രീസ് സെയിൽസ് റവന്യൂ. അവരുടെ പണി എന്താണ്, മാർക്കറ്റിംഗ് എന്താ ചെയ്യുക, അവരെന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, സെയിൽസ് കൂട്ടുക. സെയിൽസ് കൂട്ടി റവന്യൂ ഉണ്ടാക്കാനാണ് മാർക്കറ്റിംഗ് മാനേജർ ശ്രമിക്കുന്നതെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ എന്ത് ശ്രമിക്കാം, റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ചെലവ് ചുരുക്കിക്കൊണ്ട് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്താനാണ് പ്രൊഡക്ഷൻ
മാനേജറുടെ കോൺട്രിബ്യൂഷൻ അതായിരിക്കും. ഫിനാൻഷ്യൽ മാനേജേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? അറേഞ്ച് ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യാം, അതിന് ഇൻട്രസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാക്കി ക്യാപിറ്റൽ എവിടെ നിന്നൊക്കെ അതിന് പല സോഴ്സസിൽ നിന്നൊക്കെ ക്യാപിറ്റൽ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് അറേഞ്ച് ചെയ്ത സ്ഥാപനത്തിന് ഫണ്ട് റെഡിയാക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജേഴ്സിന്റെ. ഫണ്ട് ശരിയായി യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം എന്തായിരിക്കും ചെയ്യുക? ഇന്നോവേഷൻ, പുതിയ പ്രോഡക്റ്റുകൾ റിസർച്ച് നടത്തി പ്രോഡക്റ്റിലെ പുതിയ മോഡിഫിക്കേഷൻ, പുതിയ കളറ്, പുതിയ ടേസ്റ്റ്, പുതിയ ഒരു മെത്തേഡുകളെല്ലാം പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം നല്ല എഫിഷ്യൻസി കൂട്ടുകയും ചെയ്യണം, അതുപോലെ തന്നെ പുതിയൊരു ട്രെൻഡ് കൊണ്ടുവരികയും വേണം. അത്രയാണ് ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ. അങ്ങനെ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ടോട്ടൽ റവന്യൂ, ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ റവന്യൂ കൂട്ടണം, ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കണം, അതുപോലെ തന്നെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഡിസിഷൻ കറക്റ്റ് ആയിരിക്കണം, ലോങ് ടേം ആയിട്ടുള്ള സ്ട്രാറ്റജിക്കൽ പ്ലാനിങ്, തന്ത്രപരമായിട്ടുള്ള ഒരു പ്ലാനിങ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു സ്ഥാപനം പോവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ, വാല്യൂ, നമുക്ക് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ആൾട്ടർനേറ്റീവ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഫേം. ഓരോ എക്കണോമിസ്റ്റുകൾ, നമ്മൾ മെയിനായിട്ടുള്ള എക്കണോമിസ്റ്റുകൾ ഈ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച്, ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കാം നമുക്ക്. അതിൽ ബൗമോൾസ് ആണ്. ബൗമോൾസിൻ്റെ ഒരു മോഡലിൽ ബൗമോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെയിൽസ് മാക്സിമൈസ് ചെയ്യുക, അതാണ്. അങ്ങനെ വാല്യൂ കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ബൗമോൾ പറയുന്നത്. ഇതാണ്, എന്ത് കൂട്ടണം? സെയിൽസ് കൂട്ടുക, അതിലൂടെ മറ്റ് ലക്ഷ്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റുകളെല്ലാം എന്ത് ശ്രമിക്കുക? മാർക്കറ്റിൽ മാക്സിമം കസ്റ്റമേഴ്സിന് അത് സെയിൽസ് കൂട്ടുക, സെയിൽസ് ഇൻക്രീസ് ചെയ്ത് മാക്സിമൈസ് സെയിൽസ് മാക്സിമൈസ് ചെയ്ത് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്ഥാപനത്തിന് മറ്റെല്ലാ ലക്ഷ്യങ്ങളും അതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ബൗമോൾ പറയുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് ഫേമുകൾ മൈൻഡിൽ കണ്ട് അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വാല്യൂ മാക്സിമൈസേഷൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ദെൻ അടുത്തൊരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മാരിസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രോത്ത് മാക്സിമൈസേഷൻ ആണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മാരിസിന്റെ മോഡലിൽ അദ്ദേഹം പറയുന്നത് ഗ്രോത്ത് മാക്സിമൈസേഷൻ. ഒരു സ്ഥാപനം എന്തിനാണ് ശ്രമിക്കേണ്ടത്? ഗ്രോത്ത് മാക്സിമൈസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ഗ്രോത്ത് മാക്സിമൈസ് ചെയ്യും? അതിൽ അദ്ദേഹം പറയുന്നത് രണ്ട് മെയിൻ ആയിട്ടുള്ള രണ്ട് യൂട്ടിലിറ്റി ആണ് അദ്ദേഹം പറയുന്നത്. അതിൽ മാനേജേഴ്സ് ആൻഡ് ഓണേഴ്സ് ആർ ഡിഫറെന്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. രണ്ട് ഗ്രൂപ്പാണ് മെയിൻ ആയിട്ടുള്ള ലീഡ് ചെയ്യുന്ന ആളുകൾ. ഒരു സ്ഥാപനത്തിനെ ലീഡ് ചെയ്യുന്ന രണ്ട് ഗ്രൂപ്പാണ്, മാനേജേഴ്സ് ഉണ്ട്, ഓണേഴ്സ് ഉണ്ട്. അപ്പൊ അവർ രണ്ടുപേർക്കും യൂട്ടിലിറ്റി, അവരെ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഉപയുക്തത കിട്ടിക്കഴിഞ്ഞാൽ സ്ഥാപനം ആ വാല്യൂ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മാരിസ് പറയുന്നത്. അപ്പം മാനേജേഴ്സിന്റെ യൂട്ടിലിറ്റി UM എന്നതുകൊണ്ട് എന്തായിരിക്കും മാനേജർ പ്രതീക്ഷിക്കുന്നത്? മാനേജറെ പ്രതീക്ഷിക്കുന്നത് അവർ ചെയ്യുന്ന വർക്കിന് നല്ല സാലറി കിട്ടിയിരിക്കണം. മാനേജർ എന്തൊക്കെയോ വർക്കുകൾ ഒരു സ്ഥാപനത്തിനകത്ത് ചെയ്യുന്നുണ്ട്, ആ വർക്കിനെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് സാലറി മാനേജർക്ക് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പവർ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. മാക്സിമം പവർ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് പറയുക, ഒരു പൊസിഷൻ അവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്, സാലറി പ്രതീക്ഷിക്കുന്നുണ്ട്, പവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റസും പ്രസ്റ്റീജും, മറ്റുള്ള ആളുകളുടെ ഇടയിൽ ഒരു പദവിയും സ്ഥാനവും പവർ അധികാരവും ഒക്കെ ആർക്ക് വേണം? മാനേജേഴ്സിന് വേണം. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു മാനേജർ ആയുള്ളൂ. അപ്പോൾ അതാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അത് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഫേമിന് ഉദ്ദേശിച്ച ലെവലിലുള്ള വാല്യൂവിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി ഓണേഴ്സ് യൂട്ടിലിറ്റി എന്താണ്? ഓണർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ലാഭമാണ് ഓണർ എയിം ചെയ്യുന്നത് തന്നെയാണ്, പ്രോഫിറ്റ് ആണ്. ദെൻ ഔട്ട്പുട്ട്, മാക്സിമം ഔട്ട്പുട്ട് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. ക്യാപിറ്റൽ ഇറക്കണം. മാർക്കറ്റ് ഷെയർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓണറുടെ എയിം ഇതൊക്കെയാണ്.
അപ്പോൾ ഈ മാനേജറുടെ എയിമും ഓണറുടെ യൂട്ടിലിറ്റിയും മാനേജറുടെ യൂട്ടിലിറ്റിയും അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഫേമിനും വാല്യൂ മാക്സിമൈസേഷനിലേക്ക് സാധിക്കും. വാല്യൂവിലേക്ക് ആ ഒരു കുറേ കാലം നിൽക്കാനായിട്ട്, ആ നല്ലൊരു പേരുണ്ടാക്കിയെടുക്കാനും നല്ലൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാനും ഉദ്ദേശിച്ച ലെവലിലേക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാനും ആ ഒരു നല്ലൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് വില്യംസന്റെ ഒരു മോഡലില് മാനേജറിയൽ യൂട്ടിലിറ്റി മോഡൽ. വില്യംസന്റെ ഏതാണ് മാനേജറിയൽ യൂട്ടിലിറ്റി മോഡൽ എന്താ അദ്ദേഹം പറയുന്നത്? എക്കണോമിസ്റ്റ് ആയിട്ടുള്ള വില്യംസന്റെ മോഡലിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? മാക്സിമൈസ് മാനേജറിയൽ യൂട്ടിലിറ്റി, നോട്ട് പ്രോഫിറ്റ് ഇൻക്ലൂഡ്സ്. ലാഭമല്ല, ഓണറുടെ എയിമിനെ കാട്ടിയും മാനേജറുടെ യൂട്ടിലിറ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മാനേജർ ആണല്ലോ ഒരു സ്ഥാപനത്തിൽ ഫുൾ ടൈം ഉണ്ടാകുക. അപ്പോൾ മാനേജറുടെ യൂട്ടിലിറ്റി എന്തൊക്കെയാണ്? നമ്മളിവിടെ പറഞ്ഞു, സാലറി, ജോബ് സെക്യൂരിറ്റി, ജോലി അതിലൊരു സേഫ്റ്റി വേണം, അതുപോലെ തന്നെ പവറും അധികാരവും പദവിയും വേണം. സ്ലാക്ക് ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ബെനിഫിറ്റ്, മോളുമെന്റ്സ്. അതർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സാലറിക്ക് പുറമേയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ, ഇൻഷുറൻസ്, അതുപോലെ തന്നെ നമ്മൾ ഹൗസ് റെന്റ്, അങ്ങനെയുള്ള ഹോസ്പിറ്റൽ അലവൻസ്, അങ്ങനെയുള്ള മറ്റ് അതർ സാലറിക്ക് പുറമേയുള്ള മറ്റ് ആനുകൂല്യങ്ങളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. TAD അങ്ങനെയൊക്കെയുള്ള മറ്റ് ആനുകൂല്യങ്ങളൊക്കെ മാനേജർക്ക് കിട്ടുകയാണെങ്കിൽ, PF-ഉം മറ്റു ആനുകൂല്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ, മാനേജർ നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മറ്റ് ലക്ഷ്യങ്ങളെല്ലാം ഓൾറെഡി തന്നെ വന്നോളും എന്നുള്ളതാണ് വില്യംസന്റെ മോഡലിലെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സെയേർട്ടന്റെ മാർച്ച് എന്ന് പറയുന്ന 2 എക്കണോമിസ്റ്റുകളുടെ മോഡലാണ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സിനെ പറ്റി പറയുന്ന മോഡൽ ഈ ഒരു മോഡലാണ്. ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഡെവലപ്ഡ് ബൈ റിച്ചേർഡ് സെയേർട്ട്, അതുപോലെ തന്നെ ജെയിംസ് മാർച്ച്, ഇങ്ങനെ 2 പേര് ചേർന്നിട്ടാണ് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എന്താണ് പറയുന്നത്? ഫേംസ് എയിംസ് ഫോർ സാറ്റിസ്ഫൈഡ്, നോട്ട് ഫോർ മാക്സിമൈസിങ്. ഇവിടെ എന്ത് വേണ്ട? ലാഭം, പ്രോഫിറ്റ് മാക്സിമൈസിങ്ങിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇത്രയും, സെയിൽസ് മാക്സിമൈസിങ്, പ്രോഫിറ്റ് മാക്സിമൈസിങ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ, ഇവിടെ മാക്സിമൈസിങ് വേണ്ട, സാറ്റിസ്ഫൈസിങ് ആണ് വേണ്ടത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ബിഹേവിയറൽ മോഡൽ. മെയിൻ ആയിട്ടുള്ള ഇന്നത്തെ ഈ ഒരു ട്രെൻഡിൽ ഇന്ന് ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്. ഇതിൽ അവർ പറയുന്നത് സ്ഥാപനവുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അവരെ എല്ലാവരെയും എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം, സംതൃപ്തരാക്കണം. ഓണേഴ്സിനെ സാറ്റിസ്ഫൈ ആക്കുക, ഓണേഴ്സിന് ലാഭം കിട്ടിയാൽ അവർ സാറ്റിസ്ഫൈഡ് ആയി, കസ്റ്റമേഴ്സിന് നല്ല പ്രോഡക്റ്റ്, ക്വാളിറ്റി പ്രോഡക്റ്റ് റീസണബിൾ പ്രൈസിൽ കിട്ടിയാൽ അവർ സാറ്റിസ്ഫൈഡ് ആയി, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് നല്ല ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈ ആയി, അതുപോലെ തന്നെ സപ്ലയേഴ്സ് അവർക്ക് പ്രോഡക്റ്റ് കൊടുക്കുന്നതിന് പകരം അവർക്ക് കറക്റ്റ് ടൈമിൽ ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അവരും സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെ ഒരു ഫേമുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആളുകളെയും, ഒരുപാട് ആളുകളുണ്ട്, പബ്ലിക് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്, ഓണേഴ്സ്, ഗവൺമെൻറ്, അങ്ങനെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു സ്ഥാപനത്തിന് ഉദ്ദേശിച്ച രീതിയിലുള്ള വാല്യൂ മാക്സിമൈസേഷനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതായിരിക്കണം ഒരു സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഫേം അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് സെയേർട്ട് ആൻഡ് മാർച്ചിൻ്റെ ബിഹേവിയറൽ മോഡലിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒബ്ജക്റ്റീവ്സിനെ പറ്റി പറയുന്നത്, എക്കണോമിസ്റ്റുകൾ പറയുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഗോൾ ഓഫ് റിയൽ വേൾഡ് ഫേംസ്. അപ്പോൾ നമ്മളുടെ റിയൽ വേൾഡ് ഫേമുകൾ, മറ്റു ഫേമുകളുടെ മറ്റു ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? റിയൽ വേൾഡ് ഇപ്പോഴത്തെ നമ്മുടെ ഫേമുകളെല്ലാവരും എന്തൊക്കെ ഗോളാണ് അവർ എയിം ചെയ്യുന്നത്? ഫേം ഫോക്കസ് ഓൺ ലോങ് ടേം പ്രോഫിറ്റ്, നോട്ട് ജസ്റ്റ് ഷോർട്ട് ടേം ഗെയിംസ്. ഒരു ഫേം ഷോർട്ട് റൺ പ്രോഫിറ്റ് അല്ല എയിം ചെയ്യുന്നത്. എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ലോങ് ടേം പ്രോഫിറ്റ്, ദീർഘകാല ലാഭമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതുപോലെ തന്നെ എന്തിനെ എംഫസൈസ് കൊടുക്കണം? റെപ്യൂട്ടേഷൻ ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഉപഭോക്തൃ സംതൃപ്തിക്ക് ഒരു പേരും പദവിയും പ്രശസ്തിയും ഒരു സൽപ്പേരും ഒക്കെ ഉണ്ടാക്കി, ഗുഡ് വില്ലും റെപ്യൂട്ടേഷനും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് ഊന്നൽ നൽകേണ്ടത്. ദെൻ പോളിസി ലൈക്ക് റിട്ടേൺസ് ആൻഡ് ബ്രാൻഡ് ബിൽഡിംഗ് മാറ്റർ. അതുപോലെ തന്നെ എന്തൊക്കെയാണ്?
ബ്രാൻഡ് പേര്, ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്തെടുക്കുക, ആ ഒരു പേര് ആളുകളുടെ ഇടയിൽ ഒരു ലോയൽറ്റി വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, നല്ല പോളിസികളും നല്ല റിട്ടേൺ ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ ഒരു ഗോളായിരിക്കണം റിയൽ വേൾഡ് ഫേമുകൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. ദെൻ മാനേജ്മെന്റും പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം. മാനേജ്മെന്റ് ആരാണ്? പ്രിൻസിപ്പൽ ഓണേഴ്സ് പ്രിൻസിപ്പൽസ് ആയിരിക്കാം, മാനേജേഴ്സ് അവരുടെ ഏജന്റ് ആയിരിക്കും. ഓണേഴ്സിന്റെ ഏജന്റ് ആയിരിക്കും സ്ഥാപനങ്ങളിലെ ഫേമുകളിലെ ആര്? മാനേജേഴ്സ്. അപ്പോൾ ആ പ്രിൻസിപ്പൽ ഏജന്റ് ബന്ധം, ആ ഒരു റിലേഷൻ ആയിരിക്കണം സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് മേ അറൈസ്. എന്ത് തന്നെയാണെങ്കിലും ഇവരുടെ ഇടയിൽ എന്ത് വരാം? കോൺഫ്ലിക്റ്റ് വരാം, പ്രശ്നങ്ങൾ വരാം, ഇഷ്യൂസ് ക്ലാഷുകൾ വരാം. അപ്പോൾ മാനേജേഴ്സ് മേ സീക്ക് പേഴ്സണൽ ബെനിഫിറ്റ്. മാനേജേഴ്സ് എപ്പോഴും എന്തിനായിരിക്കും പ്രതീക്ഷിക്കുന്നത്? എന്തായിരിക്കും അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക? പേഴ്സണൽ ബെനിഫിറ്റ്, അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ബെനിഫിറ്റുകൾക്കായിരിക്കും ഊന്നൽ നൽകുന്നത്. പേഴ്സണൽ ബെനിഫിറ്റുകളാണ് അവരെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ബോർഡ് മോണിറ്റർ പെർഫോമൻസ്, അവരെ മോണിറ്റർ ചെയ്യാനായിട്ട്, അവരെ എപ്പോഴും വാല്യൂ ചെയ്യാനായിട്ട്, അവരെ നോക്കാനായിട്ട്, മോണിറ്റർ ചെയ്യാനായിട്ട്, അവരുടെ പെർഫോമൻസ് വിലയിരുത്താനായിട്ട് ഒരു ബോർഡ് മെമ്പേഴ്സ്, ഓണേഴ്സ് ഒരു ടീമിനെ ഏൽപ്പിക്കും, ബോർഡ് മെമ്പേഴ്സ് എന്ന ഗ്രൂപ്പിനെ ഏൽപ്പിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രോബ്ലം അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സ്ഥാപനങ്ങൾ ശ്രമിക്കണം എന്ന് പറഞ്ഞു. ദെൻ അലൈനിങ് ഗോൾസ് ആൻഡ് മാർക്കറ്റ് സ്ട്രക്ചർ. ഈ ഗോളും മാർക്കറ്റ് സ്ട്രക്ചറുമായിട്ട് ഒന്ന് അലൈൻ ചെയ്ത് കൊണ്ടുപോകാനും സ്ഥാപനങ്ങൾ ശ്രമിക്കണം, യോജിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇൻസെൻറ്റീവ്സ് എന്തൊക്കെയാണ്? ഇതിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കുക. ഈ സ്ഥാപനത്തിനകത്ത് എന്തൊക്കെയോ ഇതിനുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കാറുണ്ട്. ബോണസ് ആയിട്ടും സ്റ്റോക്ക് ഓപ്ഷൻ ആയിട്ടും ഒക്കെ ആയിട്ട് ഇവരെ എൻകറേജ് ചെയ്യാനായിട്ട് ഇവർക്ക് ബോണസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ബോണസ് കൊടുക്കുക. അതിന് എൻകറേജ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ലാഭം മാക്സിമം ഉണ്ടാക്കാൻ മാക്സിമം അതിലൊരു കോൺസെൻട്രേഷൻ, അതിനെ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ദെൻ ഒളിഗോപ്പൊളി മാർക്കറ്റ്, പലതരത്തിലുള്ള മാർക്കറ്റ് ഉണ്ട്. എക്കണോമിക്സിൽ നമുക്കത് ഒരുപാട് പഠിക്കാനുള്ളതാണ്. പലതരത്തിലുള്ള മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒളിഗോപ്പൊളി മാർക്കറ്റുകളെ ഫ്യൂ ഫേംസ് ആയിരിക്കും അവിടെ ഡൊമിനേറ്റ് ചെയ്യുക. കുറച്ച് സ്ഥാപനങ്ങൾ മാത്രം മൊത്തം മാർക്കറ്റിൽ അവിടെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുക. അവിടെ അവരുടെ ഒരു പൊല്യൂഷൻ ആൻഡ് മെർജേഴ്സ് പോസിബിൾ ആണ്. അവർ എന്ത് ചെയ്യാണ്? കൂട്ടു സംരംഭങ്ങൾ, ജോയിന്റ് വെഞ്ചേഴ്സ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ പോലെയുള്ള വലിയ വലിയ സംരംഭങ്ങൾ അതിനെ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ബെനിഫിറ്റുകൾ നമുക്ക് മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് ആ ഒരു ഗോളിലേക്കൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അങ്ങനെ ഗ്ലോബൽ കോമ്പറ്റീഷനിലേക്കൊക്കെ കടക്കാനായിട്ട് നമുക്ക് ആഗോളതലത്തിലേക്കൊക്കെ കടന്ന് ചെന്ന് സ്ഥാപനങ്ങൾക്ക് ആ ഒരു വലിയ ലെവലിലേക്കൊക്കെ കടന്ന് ലക്ഷ്യത്തിലേക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കാം. ഗ്ലോബൽ ഫേമുകളായിട്ട് ഉയർന്നു വന്ന് കോമ്പറ്റീറ്റീവ്, മിഖായേൽ പോർട്ടർ പറയുന്ന പോലെ അവരോട് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് കോമ്പറ്റീറ്റീവ് ഫോഴ്സ്, കോമ്പറ്റേറ്റീവ് ലെവൽസ് ഒക്കെ അറിഞ്ഞ് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കാം. എന്തിലൊക്കെ ഫോക്കസ് ചെയ്യണം? അപ്പോൾ നമ്മൾ ക്വാളിറ്റി, കോസ്റ്റ് എഫിഷ്യൻസി ആൻഡ് ഇന്നോവേഷനിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഏതൊരു ഫേമും അതിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇന്നോവേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. പുതിയ പുതിയ ഫേമുകൾ, പുതിയ പ്രോഡക്റ്റുകൾ, പുതിയ കളറ്, പുതിയ ടേസ്റ്റ്, പുതിയ പ്രൈസ്, പുതിയ ക്വാളിറ്റി, ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡൈനാമിക് ആയിട്ടുള്ള വേൾഡിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, ഫേമുകൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നോവേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം തന്നെ ചിലവ് ചുരുക്കാനും ശ്രമിക്കണം. ചിലവ് ചുരുക്കിയാലേ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ലക്ഷ്യം, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.